നന്മയും ലഭിക്കാൻ പോകുന്ന ശിക്ഷയും കാലേ കൂട്ടി മനസ്സിലാക്കിയ ചില ആളുകളുടെ അനുഭവങ്ങളെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ചകൾ ആഖിറത്തിന്റെ ഹിസാബിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഖബറിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത്? ഖബർ ജീവിതം അവസാനിപ്പിച്ച് ആലമുൽ ആഖിറത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആ ലോകത്തെ പ്രയാസങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അകറ്റി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് ലോകാവസാനം വരെ കാത്തിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ മാത അലാ മർതബത്തിൻ മിനൽ മറാതിബി ബുഇസ അലൈഹാ യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ അല്ലാഹു പുനർജന്മം നൽകുന്നത്. പുനർജന്മത്തെ സംബന്ധിച്ച് ഖുർആനിൽ ബഅസ് വൻ നുശൂർ എന്നാണ് പറയുക. അൽ ബഅസ് വൻ നുശൂർ, മരണത്തിന് ശേഷം അല്ലാഹു നൽകുന്ന ഒരു പുനർജീവിതം, അടുത്ത ഒരു ജീവിതം. നമ്മുടെ ചർച്ച ആ ഭാഗത്തേക്കാണ് കടക്കുന്നത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ലോകമല്ലാതായി തീരുകയും ഈ ലോകത്തിന്റെ രൂപവും ഭാവവും അല്ലാഹു മാറ്റിമറിക്കുകയും ആകാശങ്ങളും ഭൂമിയും എല്ലാം ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറി മറ്റേതോ ഒരു രൂപത്തിലേക്ക് അല്ലാഹു മാറ്റുകയും ചെയ്തതിന്റെ ശേഷമാണ് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ഊതുന്നത്. അപ്പോഴാണ് പുനർജന്മം, ബഅസ് അല്ലെങ്കിൽ നുശൂർ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നാമത്തെ ഊത്തിലൂടെ അല്ലാഹു തആല ഈ ലോകത്തെ നശിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ട്. നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ 6 ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്തിന് അല്ലാഹു അന്ത്യം വരുത്താൻ പോകുന്നുണ്ട്. അതിന്റെ ഒരുപാട് അടയാളങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വരെ മരിച്ചുപോയ മുഴുവൻ ആളുകളും ഖബറിൽ കാത്തിരിക്കുകയാണ്. അമ്പിയാക്കന്മാർ മുഴുവനും കാത്തിരിപ്പിലാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചോ? ആത്മാക്കൾ സ്വർഗത്തിലാണ്. മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്ത ആളുകളുടെ ആത്മാക്കൾ സിജ്ജീലിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ശരീരത്തിന് ഖബറിൽ ആനന്ദമുണ്ട്, ഖബറിൽ തിന്മ ചെയ്ത ആളുകൾക്ക് ശിക്ഷയുമുണ്ട്. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള പ്രവേശനം സംഭവിക്കുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്. അതുവരെ ഖബറിൽ കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് മുഅ്മിനായ മനുഷ്യന് വളരെ എളുപ്പത്തിൽ അല്ലാഹു ആക്കി കൊടുക്കും. അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയത്തിന് അത്രയും ചുരുക്കമായി മുഅ്മിനിന് അനുഭവപ്പെടുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മടുപ്പിക്കുന്ന ഭീതിജനകമായ കാത്തിരിപ്പായിരിക്കും. അല്ലാഹു തആല അത് പെട്ടെന്ന് കടന്നു കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങോട്ടുള്ള എഴുന്നേൽപ്പാണ് നുശൂർ. എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്? ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ, ഏതവസ്ഥയിലാണോ മരണപ്പെടുന്നത്, അന്ത്യനാളിൽ അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് ആ രീതിയിലാണ്. ഒരു ഉദാഹരണം പറയാം. തൂങ്ങി മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതാണ്. ജീവൻ നൽകിയത് അല്ലാഹുവാണ്. അത് എടുക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? അല്ലാഹു ജല്ല ജലാലുവിന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ മേഴ്സി കില്ലിംഗ് പോലും ഇല്ലല്ലോ. നമുക്കത് ചെയ്യാൻ പാടില്ലെന്നാണ്. മേഴ്സി കില്ലിംഗ് ചെയ്യാൻ പാടില്ലെന്നാണ്. അള്ളാഹുവിനാണ് ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞ വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരു രോഗിക്ക് മരിച്ചു കിട്ടിയെങ്കിലെന്ന് കരുതി മരണത്തെ കാത്തിരിക്കുന്ന രോഗിക്ക് മരണപ്പെടാനുള്ള അവസ്ഥയിലേക്ക് രോഗിയെ മാറ്റുന്ന മേഴ്സി കില്ലിംഗ്, കാരുണ്യത്തിന്റെ വധം, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. മരിക്കാനല്ലേ ഗുളിക കൊടുക്കുക, മരിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല.
മരണം അല്ലാഹുവിന്റെ കയ്യിലാണ്. ജീവനവും മരണവും അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ്. നമുക്കതിൽ ഇടപെടാൻ പാടുള്ളതല്ല. എങ്ങനെയാണോ മരിക്കുന്നത്, ഒരു തൂങ്ങി മരിക്കുന്ന ഒരാൾ എങ്ങനെ തൂങ്ങി മരിച്ചുവോ ആ അവസ്ഥയിൽ നരകത്തിൽ അനന്തമായ കാലത്തോളം അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നതമായ ഉയർന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ഒരാൾ ചെയ്തതെങ്കിൽ നരകത്തിൽ തീയിന്റെ മലകളിൽ നിന്നവൻ ചാടി അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ മരിച്ചത് അതുപോലെ നരകത്തിൽ അവൻ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾ നോക്കിയാൽ ഒരാൾ നരകത്തിലാണെന്ന് തോന്നിപ്പോകും തൂങ്ങി മരിച്ചാൽ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താൽ. അങ്ങനെ അല്ലെന്നാണ് ഉലമാഇന്റെ അഭിപ്രായം. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് അയാൾ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരുന്നില്ല. അയാൾ മുസ്ലിം തന്നെയാണ്. മരിച്ചാൽ അയാൾ ആൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി മയ്യിത്സ്കരിക്കണം, കഫൻ ചെയ്യണം, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യേണ്ടത്. പക്ഷെ ഹദീസ് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അങ്ങനെ അല്ലെന്ന് തോന്നിപ്പോകും. പക്ഷേ അതിന്റെ ഉലമാഅാണ് വ്യാഖ്യാനം കൊടുക്കേണ്ടത്. നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ വ്യാഖ്യാനിക്കുക. പ്രത്യക്ഷമായ അർത്ഥം നമുക്ക് തോന്നുന്നതല്ല. ഒരു പക്ഷേ ആ ഹദീസിന്റെ ഹുക്മ് പണ്ഡിതന്മാർ പറഞ്ഞു, സൂയിസൈഡ് ചെയ്ത ഒരു മനുഷ്യൻ എന്താവില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമല്ല അത്. പക്ഷേ അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകത്തിൽ വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഗുരുതരമായ തെറ്റാണെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് അന്ത്യനാളിലേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കർമ്മം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. കർമ്മങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് നോക്കിയിട്ടാണ്. രണ്ട് നിലക്കാണ് കർമ്മങ്ങൾ അല്ലാഹു ശ്രദ്ധിക്കുക. ഒന്ന്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമുക്ക് അറിയുന്ന ഹദീസാണല്ലോ, കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്ത് നോക്കിയിട്ടാണ്. മറ്റൊന്ന്, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. അതേപോലെ ഇമ്പോർട്ടന്റ് ആയ ഹദീസാണത്. കർമ്മങ്ങൾ അല്ലാഹു നോക്കുന്നത് അതിന്റെ അവസാനം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു, ഇത് രണ്ടും both are equally important. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാനത്തിലേക്കാണ് ഇനിയുള്ള ചർച്ചകളിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് പരലോകത്തേക്ക് കടന്നു വരുന്ന രൂപം എന്താണ്? മനുഷ്യരിൽ ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്നത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. ആദ്യമായി വഅവ്വലു മൻ തൻശഖു അൻഹുൽ അർളു അന. ആദ്യമായി ഭൂമി പിളർന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പിയാക്കന്മാർ, പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, പിന്നെ സ്വാലിഹീങ്ങൾ, പിന്നെ സജ്ജനങ്ങൾ, അങ്ങനെ ഓരോരുത്തരായി പെട്ടെന്ന് അവരവർ മരിച്ച സ്ഥലങ്ങളിൽ, സ്ഥാനങ്ങളിൽ, അതിന് സമാനമായ സ്ഥലങ്ങളിൽ വെച്ച് പുനർജന്മം നൽകപ്പെടും. ആകാശത്ത് നിന്ന് ഒരു എയർക്രാഫ്റ്റ് സംഭവിച്ചെന്ന് വിചാരിക്കുക. അതിന് നേർ താഴെയുള്ള ഭൂമിയുടെ പ്രതലം എവിടെയോ അവിടെ നിന്നായിരിക്കും പുനർജന്മം. എവിടെയാണോ മരിച്ചത് അവിടെ. ഖബർ ചെയ്യപ്പെട്ട സ്ഥലം എന്ന് പോലും അതിനർത്ഥമില്ലെന്നാണ്. ഖബർ ചെയ്യപ്പെട്ടവർ ആ ഖബറിന്റെ ഇടത്ത് നിന്ന്, അല്ലാത്തവർ എവിടെയാണോ അവർക്ക് മരണം സംഭവിച്ചത് അവിടെ നിന്ന്. ചിലപ്പോൾ മയ്യത്ത് മറവ് ചെയ്യാൻ കിട്ടിയില്ല എന്ന് വരും. അവരൊക്കെ അതത് സ്ഥാനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ആദ്യമായി എഴുന്നേൽക്കുന്നത് മുത്ത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ സത്യവിശ്വാസികളുടെ മുമ്പിൽ പ്രകാശം ഇങ്ങനെ മുമ്പേ നടന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഇടതുവശത്തും വലതുവശത്തും മുമ്പിലും പ്രകാശിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആളുകളാണ് നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ വരുന്ന രൂപം. അതാണ്. അല്ലാഹു ആ വിഭാഗത്തെ നമ്മെ ചേർക്കട്ടെ. രണ്ടാമത്തേത് സായിഖും വശഹീദ്. നമ്മുടെ കൂടെ സായിഖ് ഉണ്ടായിരിക്കും. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ മഹ്ശറായിലേക്ക് നമ്മെ ആനയിച്ചു കൊണ്ടുപോകാൻ സത്യവിശ്വാസികളെ, മഹ്ശറായിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ അവിശ്വാസികളെ അല്ലാഹു സായിഖ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മലക്കുകളുടെ ഒരു വിഭാഗം പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഷഹീദുണ്ട്, മലക്കുകളിൽ തന്നെ നമുക്ക് സാക്ഷി പറയുന്നവർ. യഷ്ഹദു അലൈക്,
നമുക്ക് എതിരായി സാക്ഷി പറയുന്ന മലക്കുകൾ അവിടെ വരും. കൊണ്ടുപോകാൻ സായിഖ് വരുന്നു. സായിഖ് എന്ന് പറഞ്ഞ ഡ്രൈവർ എന്ന് പറയല്ലേ. സാഖയസൂഖു തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ, വഴി നടത്തുന്ന ആൾ. അങ്ങനത്തെ ഒരു മലക്കിന്റെ കൂടെ പരലോകത്തേക്ക് വരുമ്പോൾ കൂടെ തന്നെ ഷഹീദ്, കൂടെ നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മ നമ്മൾ നിഷേധിക്കാനാണ് പോകുന്നതെങ്കിൽ അതിനെതിരെ, നമുക്കെതിരെ, അള്ളാഹുവിന് അനുകൂലമായി നമുക്കെതിരിൽ സാക്ഷി പറയാൻ, ആ സത്യത്തെ സത്യമായി അവതരിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഓരോരുത്തർക്കും ഷഹീദ് എന്ന മലക്ക് കൂടെ ഉണ്ടായിരിക്കും. ഖരീനുക മിനൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളിൽ നിന്ന് ഖരീൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഖരീൻ എന്ന മലക്കുണ്ട്. ഖരീൻ ജിന്നുകളിലുമുണ്ട്. ഇവർ രണ്ടുപേരും നാളെ പരലോകത്ത് കൂടെ ഉണ്ടായിരിക്കും. ഖരീനുക മിനൽ മലായിക വ ഖരീനുക മിനൽ ജിൻ. വിശുദ്ധ ഖുർആൻ ഖരീനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു ശൈത്താനെ നിയോഗിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. തിന്മ ചെയ്ത് നടക്കുന്ന ആളാണ്, അയാളെ എപ്പോഴും തിന്മ കൊണ്ട് ചിന്തിപ്പിക്കാൻ, തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പിശാചിൽ നിന്നൊരു കൂട്ടുകാരൻ, അതിനാണ് ഖരീൻ എന്ന അറബിയിൽ ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ ഒരാൾ തിന്മ ചെയ്യുന്ന ആൾക്ക് ഭൂമിയിലുണ്ട്. നമ്മുടെ കൂടെ മലക്കുകളിൽ നിന്നൊരു കൂട്ടുകാരനുണ്ട്, ഒരു ഖരീനുണ്ട്, നന്മയിലേക്ക് വിളിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജീവിതം കടുത്ത പരീക്ഷണമാണെന്ന് പറയാൻ കാരണം, ഒന്ന് നമ്മുടെ ശരീരം തിന്മയിലേക്ക് വിളിക്കാൻ, നന്മയിലേക്ക് വിളിക്കാൻ അള്ളാഹുവിന്റെ മലക്ക് നമ്മുടെ കൂടെയുണ്ട്, ഒരു ഖരീൻ. തിന്മയിലേക്ക് വിളിക്കാൻ ശരീരമുണ്ട്, പിശാചിൽപ്പെട്ട ഒരാളും കൂടെയുണ്ട്. ഈ രണ്ടുപേരും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കെ ശരീരവും തിന്മയിലേക്കാണ് വിളിക്കുന്നത്, ഖരീനും പിശാചിൽ നിന്നുള്ള ഖരീനും തിന്മയിലേക്ക് വിളിക്കുന്നു. അതിൽ നന്മയിലേക്ക് നമ്മൾ വിളിക്കുന്ന മലക്ക് ഒരു മലക്കേ ഉള്ളൂ. ആ മലക്കിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകലാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വിജയം. അപ്പോഴാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നത്. അല്ലാഹു തആല മലക്കുകളിൽ നിന്നുള്ള ഖരീൻ കൊണ്ട് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവർ രണ്ടുപേരും നാളെ പരലോകത്ത് നമ്മുടെ കൂടെ സാക്ഷി പറയാൻ വരികയാണ്. പരലോകത്തേക്കുള്ള വരവിനെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് വിചാരണ നടക്കുന്നത്, എന്തായിരിക്കും വിചാരണയുടെ രൂപം, അത് എത്ര സ്പീഡിലാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവർ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അമലുകൾ തൂക്കപ്പെടുന്നത് എന്താണ്, നമ്മുടെ നന്മതിന്മകളുടെ കിതാബിനെ സംബന്ധിച്ചുള്ള തതായുറുസ് സുഹഫ് എന്താണ്, നമ്മുടെ അഖീദത്തിനെ സംബന്ധിച്ച്, സിറാത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്, നരകവും സ്വർഗവും, ഇതൊക്കെ വഴിയെ വരാനുള്ള ചർച്ചകളാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ മഹ്ശറയിലേക്ക് വരുന്നത് എന്ന് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതുഹ്ശറു മഅ മൻ തുഹിബ്ബ്. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരെയാണോ സ്നേഹിച്ചിരുന്നത് അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. തുഹ്ശറു മഅ മൻ തുഹിബ്ബ്. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട ആളിന്റെ സംഘത്തിൽ ഉണ്ടാവും. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ ഇഷ്ടപ്പെട്ടവർ അമ്പിയാഇന്റെ സുംറത്തിൽ കൂട്ടത്തിൽ ഉണ്ടാവും. ഔലിയാഇനെ സ്നേഹിച്ചവർ ആ കൂട്ടത്തിലാണ്. സിനിമാ സ്റ്റാറുകളൊക്കെ സ്നേഹിച്ചവർ ഓരോ കൂട്ടത്തിൽ ഉണ്ടാവും. ആരെയും സ്നേഹിക്കാലോ, പിന്നെ അങ്ങനെയാണ്, ആരെയും സ്നേഹിക്കാം. പക്ഷേ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെടാം. നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെട്ടോ അവരുടെ കൂടെ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നത്, അമ്പിയാഇനെ സ്നേഹിക്കുന്നത്, അലിമീങ്ങളെ സ്നേഹിക്കുന്നത്, ദീനിനെ സ്നേഹിക്കുന്നത്, സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുന്നത്. ഇതിനാണ് ആ സുംറത്തിൽ പെടാൻ, ആ കൂട്ടത്തിൽ പെടാൻ. അമ്പിയാഇന്റെ കൂടെയാണ് വരുന്നത്. അതല്ല തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ തിന്മ ചെയ്ത ആളുകളുടെ കൂടെ, അവരുടെ കൂട്ടുകാരുടെ കൂടെയാണ് നാളെ മഹ്ശറയിലേക്ക് വരുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അടുത്ത വിഷയം, ആ വരുന്ന രൂപം ഉരിയാനൻ, വസ്ത്രങ്ങളില്ലാതെയാണ്, ഹിഫാതൻ, കാലിൽ ചെരുപ്പ് ധരിക്കാതെയാണ്, ജായിഅൻ അതുശാനൻ, വിശന്നുകൊണ്ടും ദാഹിച്ചുകൊണ്ടുമാണ് മഹ്ശറയിലേക്ക് വരുന്നത്. ഖബറിലെ കടത്തം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന വരവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വസ്ത്രമില്ല, കാലിൽ ചെരുപ്പില്ല, ദാഹിച്ചുകൊണ്ടും വിശന്നുകൊണ്ടും. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്, അഫയൻദുറു ബഅദുനാ ഔറത ബഅദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ പരസ്പരം ഔറത്ത് നോക്കില്ലയോ നബിയേ, പുരുഷന്മാർ ഔറത്ത് കണ്ടുപോകില്ലേ?